ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്നലെയല്ല, ജൂലൈ 27 ഇന്നലെയാണ് ഞാൻ ആ യൂട്യൂബിൽ ആ വാർത്ത കാണുന്നത്. അപ്പോൾ എടപ്പള്ളിയിൽ ആ ജംഗ്ഷൻ്റെ അവിടെ മെട്രോയുടെ ചോട്ടിൽ മെട്രോൻ്റെ ഫില്ലറിൻ്റെ ചോട്ടിൽ അവിടെ പാലത്തിൻ്റെ ചോട്ടിൽ നാടോടികൾ കുട്ടികളെ തട്ടിക്കൊണ്ട് പോയിട്ട് നിർബന്ധമായിട്ട് ജോലി ചെയ്യിക്കുന്നവർ ചെറിയ 3-4 വയസ്സോ 5 വയസ്സുള്ള കുട്ടികളൊക്കെ പിടിച്ച് കൊണ്ടുപോയിട്ട് ഈ നിർബന്ധമായിട്ട് ജോലി ചെയ്യിപ്പിക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നത്. അപ്പോൾ ഈ TV 90 എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ന്യൂസ് ചാനലുണ്ട്. അവരാണ് ഈ വാർത്ത ആദ്യം വിട്ടത്. ഇനി വേറെ ഏതെങ്കിലും ന്യൂസ് ചാനലുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അത് കണ്ടിട്ട് ഞാൻ തലയെ കൈവച്ച് പോകുന്നത് വെച്ചാൽ അതുപോലുള്ള ക്രൂരകൃത്യങ്ങളാണ് ഇവർ ചെയ്യുന്നത്. നിർബന്ധിച്ച് കൊണ്ടുപോവുക, ഈ കുട്ടികളെ അടിക്കുക, ഇതൊക്കെ തന്നെയാണ് ഇവരുടെ പരിപാടി. അപ്പോൾ ഈ സംയോജിതമായിട്ട് ഇദ്ദേഹം ഇടപെട്ടു. ആരായി ഈ TV 90 എന്ന് പറയുന്ന ഈ ചാനൽ. അങ്ങനെ നാട്ടുകാർ ഒപ്പം കൂടി കുറേ ആൾക്കാർ ഇദ്ദേഹത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്നു, കുറേ ആൾക്കാർ മറുപക്ഷത്ത് നിൽക്കുന്നു. അത് അവരുടെ കുട്ടികളാണ്, അവർക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം. ഈ നാട്ടിൽ നിർബന്ധിച്ച് വരെ ചെയ്യാൻ പറ്റുമല്ല, അതുപോലെ തന്നെ വിഷാടനം നടത്താൻ പറ്റത്തില്ല എന്നുള്ളത് അറിയാമല്ലോ. അത് നിരോധിച്ച ഒരിതാണ്. പിന്നെ ആളുകൾ അവരുടെ ഭാഗത്ത് സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ കാര്യം എന്താണ്? ചില ആളുകൾക്ക് അവരെ സപ്പോർട്ട് ചെയ്യുന്നു, ചില ആളുകൾ ഇയാളെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികളെ നിർബന്ധിതമായിട്ട് പണിയെടുപ്പിക്കുകയാണ്. അത് ചെറിയ കുട്ടികൾ. എന്നിട്ട് ഇവർ പറഞ്ഞ് കേട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവർ നിർബന്ധിച്ച് അടിക്കുക, മർദ്ദിക്കുകയും ചെയ്യും. എന്നിട്ട് ഈ കുട്ടികളായിട്ട് ഇവൾ ഓടുകയാണ്. അപ്പോൾ ഇദ്ദേഹം പിന്നാലെ ഓടി, ഈ ചാനലുകാരൻ. എന്നിട്ട് ബലമായിട്ട് പിടിച്ച് നിർത്തിയപ്പോൾ ഇയാളെ കഴുത്തിന് പിടിക്കുന്നു, ഇയാളുടെ പിന്നെ വയറ് മാന്തുന്നു, കൈമേ മാന്തുന്നു. അങ്ങനെയൊക്കെ പല ഇത് ചെയ്തു. ലാസ്റ്റ് നാട്ടുകാർ 2 ചേരികളായി തിരിഞ്ഞു. ഓട്ടോറിക്ഷക്കാരും കുറച്ച് നാട്ടുകാർ ഇയാളുടെ ഒപ്പം ഉണ്ട്. അപ്പോൾ ഇയാൾക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വേറെ 1-2 ആൾക്കാർ ഇയാളെ തല്ലാനായിട്ടൊക്കെ കൈ ചുറ്റി വരുന്നു. അത് അവരുടെ കുട്ടികളാണ്, നിനക്കെന്താ കാര്യം, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ആനയാണ് ചേനയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ പിന്നാലെ അങ്ങോട്ട് കൂടി. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കറക്റ്റായിട്ട് ഇടപെടലുകൊണ്ട് പോലീസിനെ എന്നിട്ട് അദ്ദേഹം അപ്പം തന്നെ ഫോൺ ചെയ്തു. പോലീസ് വന്ന് പോലീസുകാരോട് കാര്യം പറഞ്ഞു. അതിൽ നാട്ടുകാരിൽ ഒരുത്തൻ പോലീസിൻ്റെ SIയുടെ ചവിട്ടിൽ വന്നിട്ട് എന്തോ സംസാരിക്കുന്നുണ്ട്. എന്താണെന്നുള്ള അറിയത്തില്ല. സാറ് ഇതിൽ ഇടപെടണമെന്നോ അല്ലെ കേസ് എടുക്കണ്ടെന്നൊക്കെ ആവും ചിലപ്പോൾ അയാൾ പറഞ്ഞത്. കാരണം ഇവൻ്റെയൊക്കെ വീട്ടിലുണ്ടാവില്ല ഇതുപോലെ പിള്ളേരും കുട്ടികളും ഒക്കെ ഉണ്ടാവുമല്ലോ. ഏതെങ്കിലും വീട്ടിൽ നിന്നൊരു പിന്നെ കുട്ടി പോയി കഴിഞ്ഞാൽ അപ്പോഴത്തെ അവസ്ഥ അറിയാം. അപ്പോൾ ഇവൻ്റെ വീട്ടിൽ നിന്ന് ഒരു കൊച്ചങ്ങോട്ട് പോയി. ഇതേപോലെ തന്നെ നാടോടികളിൽ കയറി ഇറങ്ങണം, എല്ലാ വീടുകളിലേക്കും ഭിക്ഷ യാചിച്ചിറങ്ങും. എന്നിട്ട് അവർ വലിയ വായിലിരുന്ന് മോങ്ങുന്നു ഇവർ പിടിച്ചോടുകൂടി. കാരണം ഒരു ഒറ്റത്തെ തുള്ളി കണ്ണീര് ഇവരുടെ കണ്ണിൽ നിന്ന് വരുന്നില്ല എന്നുള്ളത് വേറൊരു വാസ്തവമാണ് കേട്ടോ. എന്തായാലും അഭിനയം കൊള്ളാം, പക്ഷേ എന്തായാലും ആ അഭിനയം നടന്നില്ല. പോലീസുകാർ ഇദ്ദേഹം കൈയോടെ പോലീസിനെ വിളിച്ച് പോലീസുകാർ പൊക്കി ഇപ്പോൾ കൊണ്ടുപോയി ഉള്ള വാർത്തയാണ് കണ്ടത്. അപ്പോൾ അങ്ങനെ കുറേ നാട്ടുകാരുണ്ട്. ഈ എറണാകുളത്തുള്ളവർക്കൊന്നും തീരെ ബുദ്ധി എന്ന് പറയുന്ന സാധനമില്ലേ. അവിടെ ഉള്ള ഓട്ടോറിക്ഷക്കാർ പറയുന്നുണ്ട് ഇത് സ്ഥിരം നടക്കുന്ന സംഭവമാണ്. ചില പാലത്തിന് ചോട്ടിലും ചില നാട്ടുകാരൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും ചോദിക്കാൻ ഇവിടെ ആരുമില്ല എന്നാണ് അവർ പറയുന്നത്. ഇതൊക്കെ കണ്ടിട്ട് കണ്ണടയ്ക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഈ പാലത്തിൻ്റെ ചോട്ടിൽ കടന്ന് ഉറങ്ങുന്നവരെ രാത്രി അവരെ തലക്കടിച്ചിട്ട് അവരുടെ ബാഗായിട്ട് പോകുന്ന ഈ ഇതൊക്കെ സംഭവമൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ പല പ്രാവശ്യം ഇയാൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പല പ്രാവശ്യം ഇവരെ ഫോളോ ചെയ്തുകൊണ്ട് ഈ മാധ്യമ പ്രവർത്തനം പിടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ അയാളുടെ കറക്റ്റുള്ള ഇടപെടലുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ അതല്ലെങ്കിൽ അവിടെ നാട്ടുകാർക്ക് കുറേ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ കൊണ്ടോക്കോ നിങ്ങളുടെ കുട്ടികളല്ലേ. അതുപോലെ തന്നെ ഇവർ ഭിക്ഷാടനമാണ്, മറിച്ചാണ് ഈ ഷാമ്പൂ കണ്ണിക്കണ്ടതും ഒക്കെ കൊണ്ടുവന്നിട്ട് ഈ റോഡുകളിൽ കൂടി പോകുന്ന കാറുകളൊക്കെ ബ്ലോക്ക് ചെയ്യപ്പെടുമ്പോൾ, അതായത് ഈ സിഗ്നലിലൊക്കെ വണ്ടി ട്രാഫിക്കിലൊക്കെ പെടും, കാറിൻ്റെ ഒക്കെ അടുത്ത് കൊണ്ടുവന്നിട്ട് ഇത് ഇത്ര രൂപ എന്ന് പറഞ്ഞു. എന്നിട്ട് ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ അടിച്ചിട്ട് വെള്ളം ഒഴിച്ച് ഗ്ലാസ് ക്ലീൻ ആക്കുന്ന മാതിരി കാണിക്കും. എന്നിട്ട് നിർബന്ധിച്ച് വാങ്ങണം. ഒരാൾ പറ്റൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയെ തട്ടുക, വണ്ടിയെ ഇടിച്ച് ഉണ്ടാക്കുക, ഗ്ലാസ് എന്തെങ്കിലും കേടുകൾ ഉണ്ടാക്കുക. ഒരാളുടെ ഒരു ഗ്ലാസ് പൊട്ടിച്ച് പറഞ്ഞുകൊണ്ട് ഒരു കംപ്ലൈൻ്റ് ഒക്കെ വന്നിരിക്കുന്നത് അത് ഇവരുടെ ഈ ഒരു ഒറ്റ പ്രവൃത്തി കൊണ്ട് തന്നെയാണ്. ഇവർ ഒരുപാട് അക്രമങ്ങൾ ഇതിലുണ്ടാക്കുന്നുണ്ട്, ഒന്നല്ല ചില്ലറയല്ല. കാരണം ഇവരെ കൊണ്ട് ഇപ്പോൾ നാട് പൊറുതിമുട്ടിയിരിക്കുകയാണ്. എന്നിട്ടാണ് കുറേ ഊളകൾ ഇവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട്, ഈ അന്യനാട്ടിൽ നിന്ന് വരുന്ന ബംഗാളികളെ സപ്പോർട്ട് ചെയ്യാനായിട്ട്. എന്നിട്ട് ഒരുത്തനുണ്ട്, ഇവളെ പിടിച്ച് ഇവൾ കുട്ടിയായിട്ട് ഓടുന്നു. അപ്പോൾ മാധ്യമപ്രവർത്തകൻ പുറകെ ഓടുന്നു, നിൽക്കടി അവിടെ എന്ന് പറഞ്ഞ് അയാൾ ഒച്ചയിട്ടിട്ട് ഓടുകയാണ്. അപ്പോൾ ഇവന് ഇടയിൽ നിന്ന് വേറൊരുത്തൻ കറുത്തിട്ടൊരു ചെറുപ്പക്കാരൻ വന്നിട്ട് ഈ കുട്ടീനെ വാങ്ങിയിട്ട് അവനെ ഓടുകയാണ്. അവനെ തടുത്ത് നിർത്തുന്ന നാട്ടുകാരൊക്കെ കൂടെ വട്ടം പിടിച്ചു. അവിടുന്ന് എല്ലാം അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട്.
അപ്പോൾ ഇതേ ഈ മാധ്യമപ്രവർത്തനം പറഞ്ഞ് ഇദ്ദേഹത്തെ ആക്രമിക്കാൻ വന്നതാണ്. ആക്രമിക്കാൻ വന്ന 1-2 ആൾക്കാരേ ഉള്ളൂ, ബാക്കിയൊക്കെ ഇയാളുടെ സപ്പോർട്ടാണ് നിൽക്കുന്നത്. ഓട്ടോറിക്ഷക്കാരും പറഞ്ഞ് മനസ്സിലാക്കി, ഓട്ടോറിക്ഷക്കാരോടും കാര്യങ്ങൾ പറഞ്ഞ് അവർക്കും കാര്യങ്ങൾ മനസ്സിലായി. ഈ എറണാകുളത്തുള്ളവർക്ക് ഇത്ര ബുദ്ധിയില്ലെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരു വീട്ടിൽ നിന്ന് ഒരു കുട്ടി പോയി കഴിഞ്ഞാൽ അതിനൊന്നും ഒരു കുഴപ്പമില്ല, അല്ലെ ഈ പറയുന്ന വ്യക്തികളുടെ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അതിന് കുഴപ്പമില്ല. കാരണം ഇവരിങ്ങനെ കയറി ഇറങ്ങണം. ഇവർ ബംഗാളികളും മറ്റവരൊക്കെ കണ്ടവനെ ഇപ്പോൾ കേരളം കൈയടക്കിയിരിക്കുകയാണ്. കേരളത്തിലെ കുറേ മലയാളീസ് ഇവർക്ക് സപ്പോർട്ടും ഉണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ പല പോക്കിരുത്തലും നടക്കുന്നത്. അതൊന്നും ആരും ചോദിക്കാനുമില്ല, പറയാനുമില്ല. അപ്പോൾ ഇതിങ്ങനെ വിട്ട് കഴിഞ്ഞാൽ ശരിയാവില്ല. ഇതിന് തക്കതായ നടപടി എടുക്കണം. ഈ ഭിക്ഷാടനം എന്ന് പറയുന്ന ഈ പരിപാടി ഒഴിവാക്കുക തന്നെ വേണം. ചില ആൾക്കാർ ചില ഹോട്ടലിൻ്റെ മുന്നിൽ വരിക, ചില 10 രൂപ 20 രൂപ എന്തെങ്കിലും സഹായം വേണം. ഒരു വലിയ കാർഡായിട്ട് വരും. അവിടെ വെള്ളപ്പൊക്കം, ഇവിടെ വെള്ളപ്പൊക്കം, അല്ലെങ്കിൽ കാല് വയ്യ, ഭർത്താവിന് കാല് വയ്യ, എനിക്ക് കാല് വയ്യ, കൈ വയ്യ, നടക്കാൻ വയ്യ, സുഖമില്ല എന്നും പറഞ്ഞിട്ട് പിരിക്കാൻ വേനായിട്ട് വരും. കാരണം ഇവരുടെയൊക്കെ ഉദ്ദേശം വേറെ എന്തെങ്കിലും ആവും. ഇത് ഇവിടുന്ന് പിരിച്ചിട്ട് വേറെ എന്തെങ്കിലും, ചിലപ്പോൾ ഇവരൊക്കെ നല്ല കോടീശ്വരന്മാരൊക്കെ ആയിട്ട് ജീവിക്കുന്നവരാവും. എന്നിട്ടാണ് ഇവിടെ പിച്ചക്കാരുടെ പോലെ വന്നിട്ട് ഇവിടെ തെണ്ടി നമ്മുടെ മലയാളിക്ക് വേഗം മനസ്സലിഞ്ഞുകൊണ്ട് അരിഞ്ഞിട്ട് കൊടുക്കുന്ന മലയാളികളുണ്ട്. എല്ലാവരും ഒന്നുമില്ല കേട്ടോ. ചിലർ ഇവരെ കണ്ട മൈൻഡ് ചെയ്യുക പോലും ഇല്ല. അതൊക്കെ അതിനൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്യണം. അവരെ അഭിനന്ദിക്കുന്നു. കാരണം ഇവർക്ക് കൊടുക്കാൻ പാടില്ല. കാരണം ഇവരെങ്ങനെയുള്ള ആൾക്കാരാണ്, എന്താണ് ഇവരുടെ ഐഡൻറ്റിറ്റി, ഇനി ഇവരെന്താണ് ചെയ്യാൻ പോകണമെന്ന് ഒരാൾക്കും ഒന്നും വ്യക്തമായിട്ട് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ഇതുണ്ട്. ഈ നാടോടി സ്ത്രീകൾ ബംഗാളികളായിട്ടും അണ്ണന്മാരായിട്ടും നേപ്പാളീസായിട്ടും ബീഹാറുകാരായിട്ടും കണ്ടമാനം തമ്പടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കേരളത്തിൽ കൂടുതൽ ഇവർ തന്നെയാണ്. മലയാളീസ് കുറവാണെന്ന് പറയുന്നത്. ഈ എറണാകുളത്തിലെ എവിടെ ഏത് സിറ്റിയിൽ പോയി കഴിഞ്ഞാലും ഇവരെ അധികം കാണുകയുള്ളൂ അവിടെ. മനസ്സിലായില്ലേ? അപ്പോൾ ഇനിയെങ്കിലും ആളുകൾ ശ്രദ്ധിക്കുക. ഈ രാത്രിയിലൊക്കെ വഴി സൈഡിൽ കിടക്കുന്നവനൊക്കെ എങ്ങനെയുള്ളവരാന്നുള്ള അറിയത്തില്ല. കുടിച്ച് മറിഞ്ഞ് വെളിവേ കിടക്കുന്നവരോ, പിന്നെ ഇവൻ്റെ പൈസ അടിച്ച് പോകാൻ വേറെ ആൾക്കാരുണ്ടാവും. ഈ ആലുവയിലൊക്കെ ബംഗാളികളുടെ തമ്പടിച്ചിരിക്കുന്ന കേന്ദ്രമുണ്ട്. ആ ആലുവ മെട്രോയുടെ ചോട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ആ പാടത്തിൻ്റെ ചോട്ടിലൊക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് സ്ഥലത്തുണ്ട് ആളുകൾ. ഇത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ പുറത്ത് കൊണ്ടുവരണത്. ആ ഒരു മാധ്യമപ്രവർത്തനം, ആ TV19 എന്ന് പറയുന്ന ഈ മാധ്യമപ്രവർത്തനം ഒരു ബിഗ് സല്യൂട്ട്. അങ്ങനെ തന്നെ വേണം ചെയ്യാൻ. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തെ ഇവരെല്ലാവരും കൂടി കൂട്ടം കൂടിയിട്ട് ഉപദ്രവിക്കാനുള്ള പരിപാടി. ഒരു 5-8 ആൾക്കാർ ചേർന്നിട്ട് 5-8 ആൾക്കാർ വന്നേര്. അവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ അതിൽ 1-2 ആൾക്കാരെ ഇയാളുടെ നേരെ ഈ ദേഷ്യപ്പെട്ട് സംസാരിച്ചുള്ളൂ. നിനക്ക് എന്താ പ്രശ്നം, അത് അവരുടെ കുട്ടിയല്ലേ, മറ്റവരുടെ കുട്ടിയല്ലേ. ഇവനൊക്കെ ബുദ്ധി എന്ന് പറയുന്ന സാധനം എന്നാ മൂള ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഏത് കാര്യത്തിൽ മൂള വെക്കാനാണ്. ശരി, എന്നാൽ നിർത്തണം, മഴ പെയ്യുന്നു. ഓക്കെ.